ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകല നമ്മുടെ ദേവീനെ സാന്ത്വനിപ്പിക്കുകയാണ്. മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക. നീ എന്തായാലും അവിടേക്ക് മടങ്ങി പോകണം. ഇപ്പം നിനക്ക് കിട്ടിയ ഒരു ചാൻസാണ് ഇത് നീ ഉപയോഗപ്പെടുത്താൻ നോക്ക് എന്നൊക്കെ പറയാം. അപ്പം ദേവി പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഇനി ഒരിക്കലും ആനന്ദേട്ടൻ എന്നെ പഴയ പോലെ സ്നേഹിക്കാൻ സാധിക്കില്ല. ഇപ്പം ആനന്ദേട്ടൻ്റെ മനസ്സിൽ എന്നോടുണ്ടായിരുന്ന ഒരല്പം സ്നേഹം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ദേവി കരയാണ്. അന്നേരം ശ്രീകല പറയും, ദേ, അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവനോട് എന്തെല്ലാം കള്ളങ്ങളാ നീ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവി ദേഷ്യപ്പെടുകയാണ്. ആര് കള്ളം പറഞ്ഞെന്ന്? എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അമ്മയും അച്ഛനോട് തന്നെയല്ലേ? എന്നിട്ടിപ്പം കുറ്റം മുഴുവനും എൻ്റെ തലയിലായല്ലേ? മോളെ, അങ്ങനെയൊക്കെ നമ്മൾ പറ്റിപ്പോയി. ഞങ്ങൾ പറയുന്നില്ലല്ലോ ഞങ്ങളും തെറ്റുകാരല്ലെന്ന്. ഞങ്ങളും തെറ്റുകാരാ. പക്ഷെ നീ നമ്മുടെ സാഹചര്യം കൂടി ചിന്തിക്കണ്ടേ എന്ന് ഉദയഭാനു ചോദിക്കുക. നീ ഇവിടെ വീട്ടിലല്ലെങ്കിൽ ഒരു കല്യാണം പോലും നടക്കാതെ നിന്ന് പോവില്ലായിരുന്നോ? ഇപ്പം നല്ലൊരു കുടുംബത്തിൽ അവിടുത്തെ മരുമോളായി ജീവിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലേ? അതിനു വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്? അല്ലാതെ എൻ്റെ മോളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? എനിക്കും മറ്റുള്ള അച്ഛന്മാരെ പോലെ എൻ്റെ മോളുടെ കല്യാണം ആഡംബരമായിട്ട് നടത്താനും നല്ല കുടുംബത്തിലേക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ കൊടുത്ത് കെട്ടിച്ചു വിടാനും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ആസ്ഥ നമുക്കില്ലായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ സ്ഥിതി അനുസരിച്ച് എൻ്റെ മോളെ എവിടേക്കെങ്കിലും കെട്ടിച്ചു വിടാനും ഞാൻ ആഗ്രഹിച്ചില്ല. നല്ലൊരു കുടുംബത്തിൽ, നല്ലൊരു വീട്ടിൽ നീ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ദേവമംഗലം അങ്ങനൊരു കുടുംബം തന്നെയല്ലേ എന്ന് ചോദിക്കുക. വളരെ നല്ലൊരു വീടാ. ഞാൻ അവിടെ ഒരിക്കലും അർഹതപ്പെട്ട ഒരാൾ പോലുമല്ല എന്ന് അപ്പം ദേവി പറയാം. മോളെ, നീ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. നീ ഇപ്പം എങ്ങനെയെങ്കിലും ആ വീട്ടിലൊന്ന് കയറി പറ്റാൻ നോക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഐഡിയ ഒപ്പിക്കാം. അതുമാത്രമല്ല, നീ ആനന്ദിനെ എങ്ങനെയെങ്കിലും വരുതിയിലാക്കണം. നിന്റെ സ്നേഹത്തിന് മുന്നിൽ അവൻ വീടും. നീ ഉറപ്പാ. ആനന്ദ് അത്ര ദുഷ്ടനൊന്നുമല്ല. അവനൊരു പാവമാ. നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവനാ ആനന്ദ്. അതുകൊണ്ട് നിന്റെ കണ്ണീരിനും സ്നേഹത്തിനും മുന്നിൽ അവൻ ഒരിക്കലും തിരിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല മോളെ എന്ന് ശ്രീകല മകളെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുവേ. അമ്മ എന്താ ഈ പറയുന്നത്? എൻ്റെ ആനന്ദേട്ടനെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യനോട് ഞാൻ ചെയ്തു പോയ തെറ്റുകളൊന്നും ഒരിക്കലും തെറ്റല്ലാതാകുന്നില്ലല്ലോ അമ്മേ. ആനന്ദേട്ടന് അതൊരിക്കലും എന്നോട് ക്ഷമിക്കാനും സാധിക്കില്ല. മോളെ, നമ്മൾ പെണ്ണുങ്ങളുടെ കഴിവാ. അവരെ നീ വരുതിയിലാക്കണം. എന്നിട്ട് നീ എത്രയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവാൻ നോക്കണം. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ കള്ളങ്ങളൊന്നും കള്ളമല്ലാതാവുകയും ചെയ്യും. അതൊക്കെ നിന്റെ കഴിവ് പോലെ ഇരിക്കും. അതുകൊണ്ട് എങ്ങനെയും അവിടെ കയറി പറ്റതിനെ പറ്റി മാത്രം നീ ഇപ്പം ചിന്തിക്കുക. കൂടുതലൊന്നും ചിന്തിക്കണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നിന്റെ വരുതിയിലാക്കാൻ നീ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉദയഭാനും ശ്രീകലയും കൂടി ദേവീനെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. എന്തായാലും ദേവമംഗലത്ത് എല്ലാവരും വളരെയേറെ സന്തോഷത്തിൽ തന്നെയാണ്. ആ കുടുംബത്തിലേക്ക് ഒരു അനന്തരാവകാശം ഉണ്ടാവാൻ പോവുകയാണല്ലോ. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ഗോമതിയും ബാലനും ഒക്കെ. ഗോമതിക്ക് ദേവീനെ പറ്റിയും കുഞ്ഞിനെ പറ്റി സംസാരിക്കാനേ സമയം പോലും ഉള്ളൂ. ബാലനോട് പറയുന്നുണ്ട്, ബാലേട്ടാ, ഇനി നമ്മൾ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. ഉടനെ തന്നെ നമുക്കൊരു ജോത്സ്യനെ കണ്ട് നല്ലൊരു മുഹൂർത്തം കുറിച്ചിട്ട് ദേവീനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരണം. അവിടെ ശ്രീകലയുടെ കാര്യമൊക്കെ കഷ്ടത്തിലല്ലേ? ദേവിയുടെ ഒരു കാര്യത്തിലും ശ്രീകല ശ്രദ്ധിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ എന്ത് വർത്തമാനം ഗോമതി പറയുന്നത്? ശ്രീകല ദേവിയുടെ സ്വന്തം അമ്മയാണ്. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്തായാലും ശ്രീകലയെ കൊണ്ട് സാധിക്കും. ഇപ്പം ധൃതി പിടിച്ച് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ? ദേ ബാലേട്ട, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. 2-3 ദിവസം അതിനുള്ളിൽ ദേവിനെ കൂട്ടിക്കൊണ്ട് വരിക തന്നെ വേണം. ദേ, ഇന്ന് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തായിരുന്നു മീനുവിൻ്റെ ഫോണിൽ. അപ്പം ഞങ്ങൾ ദേവീനെ കണ്ടു. ദേവി അവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ബാലേട്ട. അതും വെയിറ്റുള്ള കുടമൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഞാനിത് കണ്ണുകൊണ്ട് കണ്ടതാ. ഈ 3 മാസം നല്ല റെസ്റ്റ് വേണ്ട സമയമാണ്. ഭാരപ്പെട്ടതൊന്നും എടുക്കാൻ പാടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് അവൾ അവിടെ ഓരോ പണികൾ ചെയ്യുന്നത്. ഞങ്ങൾ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതല്ല. സ്ത്രീകളേക്ക് വയ്യാത്തത് കൊണ്ട് എവിടെയെങ്കിലും കയറി കിടക്കുമായിരിക്കും. ആ സമയം അമ്മയെ കഷ്ടപ്പെടുത്തേണ്ടെന്ന് കരുതി ദേവി ഓരോ ജോലി ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. ദേ, നഷ്ടപ്പെട്ടു പോയാൽ നമുക്കാ നഷ്ടം. എത്രയും പെട്ടെന്ന് പോയി ദേവിനെ കൂട്ടിക്കൊണ്ട് വരണം. നീ ഇനി ടെൻഷൻ ആവണ്ട. ഉടനെ തന്നെ അതിനുള്ള വഴി കാണാം. ആനന്ദിനോടും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞ് ബാലൻ ഗോമതിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയും മീനും ഒക്കെ വന്ന് പറയും, അമ്മയ്ക്ക് ഇപ്പം ദൈവയെടുത്ത് ഇവിടെ ഒന്ന് വന്ന് കണ്ടാൽ മതി. അതിനാണല്ലേ ഇത്ര ധൃതി പിടിക്കുന്നത് എന്ന് ചോദിക്കുക. പിന്നെ അവൾക്ക് ഇപ്പം ആഗ്രഹങ്ങളൊക്കെ കാണും. ഞാനതൊക്കെ ആഗ്രഹം അനുസരിച്ച് ഉണ്ടാക്കി അവളെ കൊണ്ട് കഴിപ്പിച്ചോളാം. അവിടെ ആകുമ്പം അതൊന്നും ശരിയാകത്തില്ലെന്നേ. ഈ അമ്മയുടെ ഒരു വെപ്രാളം. എനിക്ക് നിങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നിങ്ങളും പ്രഗ്നൻ്റ് ആകുമ്പം ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. നിങ്ങളെ രണ്ടുപേരെയും എങ്ങോട്ടും വിടാതെ ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കി ഈ
ഞാൻ തന്നെ തരും എന്ന് പറയാണ്. അപ്പം മിത്രയ്ക്കും മീനുവിനും നാണം വരികയാണ് കേട്ടോ. അപ്പം മീനു പറയും, ഇപ്പം എന്തായാലും അമ്മയ്ക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ ഒരു കൊച്ചുമോനോ കൊച്ചുമോളോ ദേവിയെടുത്തിയാണല്ലോ തരാൻ പോകുന്നത്. അപ്പം ദേവിയെടുത്തിനെ നല്ല കാര്യമായിട്ട് നോക്ക്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അമ്മയ്ക്കും അത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇപ്പം ദേവിയെടുത്തിൻ്റെ കാര്യം നന്നായിട്ട് പരിഗണിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് വരാം, എന്താമേ എന്ന് ചോദിക്കുക. അപ്പോൾ ഈ മീനുവിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതി അവളെ കളിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. പക്ഷെ ആനന്ദ് മാത്രം സങ്കടത്തിലും. ആനന്ദ് ഇപ്പോഴും ദേവിനെ ഒരു തരുമ്പ് പോലും വിശ്വസിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും സന്തോഷം കാണുമ്പം ഒന്നും പറയാനും പറ്റാതെ വീർപ്പ് മുട്ടി ആനന്ദ് നടക്കുവാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നും കേട്ടോ. എന്തായാലും ദേവിനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് തന്നെ ആനന്ദ് പോവുകയാണ്. അപ്പം ദിവസമൊക്കെ കുറച്ച് നല്ലൊരു സമയം നോക്കി തന്നെയാണ് കൂട്ടിക്കൊണ്ട് വരാൻ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴും ആനന്ദാണ് വളരെ ദേഷ്യപ്പെട്ട് തന്നെയാണ് ദേവിയോടും അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുന്നത്. നിന്നെ ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുന്നതോർത്ത് നീ സന്തോഷപ്പെടുകയൊന്നും വേണ്ട. നിന്റെ യഥാർത്ഥ സ്വഭാവം അവിടെ എല്ലാവർക്കും വെളിവാവുന്നതോടുകൂടി നിന്റെ അഹങ്കാരം തീരും എന്നൊക്കെ പറയാം. ആനന്ദേട്ട ഇങ്ങനൊന്നും പറയരുത് എന്നും പറഞ്ഞ് ദേവി കരയുന്ന കാണാം. അപ്പം ശ്രീകല ഉദ്യോഗാനും പറയും, ആനന്ദ് മോനെ എല്ലാ തവണത്തെ പോലെ അല്ല, ഇത്തവണ ഞങ്ങൾ പറഞ്ഞത് സത്യവാ, ദേവി മോള് പ്രഗ്നൻ്റ് തന്നെയാ. അതെന്തായാലും ഉറപ്പിച്ചിട്ടേ ഞാൻ ഇവളെ കൊണ്ട് വീട്ടിലേക്ക് പോകുന്നുള്ളൂ. പോകുന്ന വഴിയിൽ ആശുപത്രി കയറി ഇവളുടെ പ്രഗ്നൻസി കള്ളവാണോ അതോ സത്യമാണോ എന്ന് അറിയണമല്ലോ. കള്ളവാണെങ്കിൽ ഇപ്പം പോയ അതേ സ്പീഡിൽ നിങ്ങളുടെ മോളെ ഞാൻ ഇവിടെ തന്നെ കൊണ്ട് വിടും. എന്നിട്ട് എൻ്റെ വീട്ടുകാരോട് ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കില്ല, എല്ലാ സത്യങ്ങളും പറയാനും പോവുക. അല്ലെങ്കിൽ അടുത്ത കള്ളവായിട്ട് എങ്ങനെയെങ്കിലും ദേവമംഗലത്ത് കയറിക്കൂടാൻ നിങ്ങൾ ശ്രമിക്കും. അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയാം. അത് കേൾക്കുമ്പോൾ ദേവിയാകെ പേടിച്ച് പോവുകയാണേ. ആനന്ദേട്ടൻ എന്നെ ഒരു തരുമ്പ് പോലും വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പം ആനന്ദ് പറയും, ഇല്ല, എനിക്ക് നിന്നെ ഒരു തരുമ്പ് വിശ്വാസം പോലും ഇല്ല ദേവി. കാരണം നീ എന്നോട് ചെയ്തു കൂട്ടിയതെല്ലാം അങ്ങനെയുള്ള പ്രവർത്തികളാണ്. അപ്പം ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കണം? ഇപ്പം ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ പേരും പറഞ്ഞാൽ നീ വീണ്ടും ദേവമംഗലത്തേക്ക് കയറാൻ നോക്കുന്നത്. അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് എനിക്ക് എന്തായാലും മനസ്സിലാക്കണം, അല്ലെങ്കിൽ വീണ്ടും ഞാൻ മണ്ടനായി പോകും എന്നൊക്കെ ആനന്ദ് പറയുവാണേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും പേടിയാവുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ നടത്തി കഴിയുമ്പം നമ്മുടെ ദേവി പ്രഗ്നൻ്റ് അല്ലാന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നമായിട്ടത് മാറിയുള്ളൂ എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുക. എന്തായാലും ആനന്ദ് ദേവിനെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം ഡോക്ടറെ കണ്ട് ചെക്കപ്പൊക്കെ നടത്താണ്. പക്ഷെ ദേവിയുടെ ഭാഗ്യം എന്തോ പറയട്ടെ, നമ്മുടെ ദേവി ശരിക്കും പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ആനന്ദിനും ഒരുപാട് സന്തോഷമാകുക. അപ്പം 2 മാസത്തെ വളർച്ച കുഞ്ഞിനുണ്ട് എന്നൊക്കെ ഡോക്ടർ പറയാണ്. അപ്പം ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ ആനന്ദ് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത അംഗീകരിക്കുന്നത്. അപ്പം ദേവിക്കും ഒത്തിരി സന്തോഷമാവുക. ഞാൻ പറഞ്ഞൊരു കള്ളം ശരിക്കും സത്യമായി മാറിയേക്കുവാണല്ലോ, ദൈവം എൻ്റെ കൂടെ തന്നെ ആണല്ലോ എന്നൊക്കെ ദേവി ഇങ്ങനെ മനസ്സിൽ പറയുവാണ്. അങ്ങനെ ദേവിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത ഡോക്ടർ വിടുകയാണ്. അപ്പോൾ ആനന്ദാണ് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദേവി ആനന്ദിനോട് ചോദിക്കും, ഞാൻ പറഞ്ഞതല്ലേ ആനന്ദേട്ടാ ഞാൻ ശരിക്കും പ്രഗ്നൻ്റ് ആണെന്ന്, ഇപ്പോൾ ആനന്ദേട്ടന് മനസ്സിലായോ എന്ന് ചോദിക്കുക. ഇപ്പം എനിക്ക് വിശ്വാസം വന്നു, എങ്കിലും നിൻ്റെ അച്ഛനും അമ്മയും ഓരോ ഫ്രോഡ് പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ഞാനത് ആദ്യം വിശ്വസിച്ചിരുന്നില്ല. ഇതിലും എന്തെങ്കിലും കള്ളത്തരം നിങ്ങൾ കാണിച്ചതാണോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറയാണ്. നിന്നെ ഞാൻ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിച്ചിട്ടില്ല ദേവി. നിൻ്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ട്, ആ പരിഗണന ഞാൻ നിനക്ക് എന്തായാലും തരും. അതിനപ്പുറം പഴയ ആനന്ദിനെ നീ ഒന്നിലും പ്രതീക്ഷിക്കരുത്. എനിക്ക് പഴയ പോലെ നിന്നെ സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മനസ്സിൽ അത്രയേറെ വേദനയുണ്ട് എന്ന് പറയാം. അപ്പോൾ ദേവി പറയും, വേണ്ട, എനിക്ക് ആനന്ദേട്ടൻ എൻ്റെ കൺമുന്നിൽ ഉണ്ടായാൽ മതി. ആനന്ദേട്ടൻ്റെ മനസ്സൊക്കെ മാറി എന്നെ എന്ന് അംഗീകരിക്കാൻ പറ്റുന്നോ അതുവരെ ഞാൻ ക്ഷമയോടെ കാത്തിരുന്നോളാം എന്ന് പറയാണ്. അപ്പോൾ ദേവി ആനന്ദം തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോൾ വഴി വെച്ച് ഒരു പുളിയൊക്കെ വിൽക്കുന്ന കട കാണുവാണ് കേട്ടോ. അപ്പോൾ വാളംപുളിയെ നല്ലൊരു വാളംപുളിയൊക്കെ വാങ്ങിച്ച് അതിൽ നിന്ന് നല്ലത് നോക്കി നമ്മുടെ ആനന്ദ് കൊണ്ട് ദേവിയുടെ കയ്യിലോട്ട് കൊടുക്കുക. അപ്പോൾ ദേവി ആനന്ദിനോട് ചോദിക്കും, ഇത് എന്താ ആനന്ദേട്ടാ? ഇത് പുളി. ഈ സമയത്ത് പുളിയും ഒക്കെ ഉള്ളതിനോട് പെണ്ണുങ്ങൾക്ക് വളരെയേറെ ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതാ നിനക്കും ഇതൊക്കെ കഴിക്കാൻ ആഗ്രഹം കാണുമല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവിയുടെ കണ്ണ് നിറയുക. ആനന്ദേട്ടൻ എന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ, ഇതിൽ പരം ഒരു സന്തോഷം എനിക്ക് വേറെ ഇല്ല എന്ന് പറഞ്ഞ് ദേവി അത് കഴിക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ ആനന്ദ് പറയും, നീ കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട, ഇത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, എൻ്റെ കുഞ്ഞിനോടുള്ള എൻ്റെ കരുതലാണ്. എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചു തരണമല്ലോ, അതെൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയെ കൂടി ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ആനന്ദ് പറയുക. മതി ആനന്ദേട്ടൻ, അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ, ഇതിൽ പരം ഒരു സന്തോഷം ഇനി എനിക്ക് വേറൊന്നുമില്ല എന്ന് പറയാം.
അതേസമയം ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഗോമതിനെ വിളിച്ച് നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ദേവിയും ആനന്ദും കൂടി ചെല്ലുമ്പോഴത്തേക്കും അവിടെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നിർത്തിയേക്കുക നമ്മുടെ ഗോമതിയും ടീമും കൂടി. ആരതിത്തട്ടൊക്കെ ശരിയാക്കി വെച്ച് അവർ വരുമ്പം തന്നെ ആരതിയൊക്കെ ഒഴിഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണേ. കൂടെ മീനുവും മിത്രയും എല്ലാവരും ഉണ്ട്. വളരെയേറെ സന്തോഷത്തോടു കൂടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആനന്ദും ദേവിയും കൂടി അങ്ങോട്ട് വരുന്നത്. ദേവിയെ കാണുമ്പോൾ തന്നെ ഓടിപ്പോയി അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ ഗോമതി. എന്നിട്ട് പറയും, മോളെ, അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. എന്തായാലും എൻ്റെ മക്കൾക്ക് കണ്ണ് തട്ടാതിരിക്കട്ടെ എന്നും പറഞ്ഞ് ആദ്യം ഉപ്പും മുളകും ഒക്കെ വെച്ചിട്ട് ഉഴിഞ്ഞ് ഇടും കേട്ടോ. അതിനുശേഷം ആരതിത്തട്ടുമായിട്ട് നമ്മുടെ മീനും അങ്ങോട്ട് വരിക. അത് ഗോമതിയുടെ കൈ കൊടുക്കുക. അതൊക്കെ വെച്ച് ആരതിയൊക്കെ ഒഴിഞ്ഞിട്ടാണ് ദേവീനെ അകത്തേക്ക് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ സ്വീകരണമൊക്കെ കാണുമ്പം നമ്മുടെ ദേവിക്ക് ഒരുപാട് സന്തോഷമാവുക. എൻ്റെ മനസ്സ് നിറഞ്ഞമ്മേ, എനിക്ക് ഇങ്ങനെ ഒരു സ്വീകരണം നിങ്ങൾ തരുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പം നമ്മുടെ ഗോമതി പറയും, അതെന്ത് വർത്തമാനം മോളെ, ഈ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് ജനിക്കാൻ പോകുന്നത്. ആ പേരക്കുട്ടിയെ വഹിക്കുന്ന നിനക്ക് ഇതിലും വലിയ സ്വീകരണം തന്നാലും ചെറുതായി പോത്തേ ഉള്ളൂ. എന്തായാലും മോൾ അകത്തേക്ക് വാ. ഇനി ഒരു ജോലിയും ചെയ്യരുത് കേട്ടോ. ആരുടെ കാര്യവും മോള് ശ്രദ്ധിക്കണ്ട. എല്ലാം അമ്മ നോക്കിക്കോളാം. മോൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അതെല്ലാം അമ്മയോട് പറയണം എന്നൊക്കെ ഗോമതി പറയാണ്. അപ്പം മീനി ചോദിക്കും, എന്താ അമ്മേ, ദേവിയേടത്തിന് പുറത്ത് തന്നെ നിർത്താനുള്ള പ്ലാനാണോ? അയ്യോ, ഞാൻ മറന്നുപോയി. മോൾ ഇന്ന് അധിക സമയം നിൽക്കൊന്നും വേണ്ട, അകത്തേക്ക് കയറി വാ. അതിനു മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ഗോമതിയുടെ കയ്യിൽ കിടന്ന ഒരു കാപ്പിൻ്റെ വളയൂരി ദേവിയുടെ കയ്യിലോട്ട് കൊടുക്കുക. എന്താ അമ്മേ, എന്താ ഇതെൻ്റെ ഒരു ചെറിയ സന്തോഷത്തിനുള്ള സമ്മാനമാണ്. സമ്മാനമോ? എൻ്റെ പേരക്കുട്ടി ജനിക്കാൻ പോവല്ലേ, അപ്പം ആ പേരക്കുട്ടിയുടെ അമ്മയ്ക്കുള്ള എൻ്റെ സമ്മാനം എന്നും പറഞ്ഞ് ദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഞങ്ങളെ ആദ്യമായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയാക്കിയത് എൻ്റെ മോളാ. അപ്പം മോൾക്ക് ഒരു സമ്മാനമായിട്ടാണ് ഈ വള എന്നും പറഞ്ഞ് ദേവിയുടെ കയ്യിലോട്ട് ആ വള ഊരി കൊടുക്കുവാണേ. അത് കാണുമ്പം ദേവിയുടെ കണ്ണൊക്കെ നിറയുക. അപ്പോൾ ആനന്ദനാണേലും സങ്കടം വരികയാണ് കേട്ടോ. അപ്പം മീനും മിത്രയും എല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടി ദേവീനെ ഉള്ളിലേക്ക് ആനയിക്കുവാണ്. ബാലനും സ്നേഹത്തോട് തന്നെയാണ് നമ്മുടെ ദേവിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ധർമ്മൻ്റെ കാര്യം വളരെയേറെ കഷ്ടത്തിലാണ്. സുകന്യയുടെ ഓരോ സ്വഭാവമായിട്ട് ധർമ്മന് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ധർമ്മന് യാതൊരു വിലയും നൽകാതെയുള്ള സംസാര രീതിയും ഒക്കെയാണ് കേട്ടോ. അപ്പം ധർമ്മനും സുകന്യയും കൂടി പുറത്തു പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ സുകന്യ വളരെ മോഡേണായിട്ട് ഒരുങ്ങി നിൽക്കുക. ധർമ്മനാണെങ്കിൽ ഒരു പാൻറ്റും അതുപോലെ ഒരു ഷർട്ടും ഒക്കെ ഇട്ട് ഒരുങ്ങി വരുന്ന കാണുമ്പം സുകന്യ പറയും, ഇത് എന്തൊരു കോലമ ധർമ്മേട്ട, ഈ കോലത്തിലാണോ നമ്മൾ പുറത്തേക്ക് പോകുന്നത്? ഇതൊന്നും പറ്റില്ല. ടൂർ വരുമ്പം ഇടാൻ പറ്റിയ കോസ്റ്റ്യൂമാണോ ഇത്? ഇങ്ങനെ ജീൻസും വലിച്ചു കയറ്റിയാണോ വരുന്നത്? ഇതൊക്കെ മാറ്റുക. പിന്നെ നീ എന്താ പറയുന്നത്? ഞാൻ എന്ത് ഡ്രസ്സ് ഇടണമെന്നാണ് പറയുന്നത്? അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുവാണ്. നല്ല പൂക്കളുള്ള ഒരു ഷർട്ടും ബെർമൂഡയും ഒക്കെ എടുത്ത് കയ്യിൽ കൊടുക്കുക. അപ്പം അതൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ധർമ്മൻ വരിക. ഇപ്പം എങ്ങനെയുണ്ട്? ധർമ്മേട്ടനെ കാണാൻ പൊളിയായിട്ടില്ലേ? എന്തായാലും ഈ ഡ്രസ്സാണ് നല്ലത്, ഇങ്ങനെയുള്ള കോസ്റ്റ്യൂം വേണം നമ്മൾ ധരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അതുമായിട്ട് പോവാം. പക്ഷെ ധർമ്മന് ഇതൊന്നും ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഒട്ടും കംഫർട്ടല്ല ഇങ്ങനെയുള്ള വേഷത്തിലൊന്നും. സുകന്യ, നിനക്കിഷ്ടമുള്ള വസ്ത്രം നീ ഇട്ടോ എന്ന് കരുതി എന്നെ ഇങ്ങനെയുള്ള കോലമൊക്കെ കെട്ടിക്കണോ? നീ തന്നെയല്ലേ പറഞ്ഞത് വസ്ത്ര സ്വാതന്ത്ര്യം ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന്? അതൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ബാക്കിയുള്ള സമയത്തൊന്നും ഞാൻ ഒരിക്കലും ധർമ്മേട്ടൻ്റെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു പരാതിയും പറയാൻ പോകുന്നില്ല. ഇപ്പം നമ്മൾ ടൂർ വന്നതല്ലേ, ഇപ്പം ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ചേരുന്നത്. അല്ലാതെ ജീൻസൊക്കെ വലിച്ചു കയറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാ എന്ന് പറയണം. എന്തായാലും അവൾ ആദ്യമായിട്ട് എടുത്തു തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഡ്രസ്സും ഇട്ടുകൊണ്ട് നമ്മുടെ ധർമ്മം പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു വ്യക്തി ഇങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പം ധർമ്മനെയും സുകന്യയുടെ അടുത്തേക്കാണ് വരുന്നത്. ആ ആളെ കാണുമ്പോൾ സുകന്യ ഞെട്ടി തിരിച്ച് നിൽക്കുകയാണേ. ഇവനെന്താ ഇവിടെ എന്നുള്ള രീതിയിലാണ് സുകന്യയുടെ നിൽപ്പ്. അപ്പം പെട്ടെന്ന് അടുത്തേക്ക് വന്ന് ധർമ്മന് കൈ കൊടുക്കും. ഹലോ ധർമ്മ, എന്നെ അറിയാവോ എന്നൊക്കെ ആ വന്ന വ്യക്തി ചോദിക്കുക. ഇല്ല, ആരായിരുന്നു? ഞാൻ ഈ സുകന്യയുടെ ഫ്രണ്ടാ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ, അലേഡോ എന്ന് ചോദിക്കുക. അതെ എന്നും പറഞ്ഞ് സുകന്യ തത്തിക്കളിക്കുവേ. ആണോ? സുകന്യ എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നു. അല്ല, താങ്കളെന്താ ഇവിടെ എന്നൊക്കെ ധർമ്മൻ ചോദിക്കുക. ഞാനും ഇവിടെ ഒരു ആവശ്യത്തിനായിട്ട് വന്നതാ, അപ്പോഴാണ് നിങ്ങളെ കണ്ടത്. അപ്പോൾ ഒന്ന് പരിചയം പുതുക്കാന്നും കരുതി ഇങ്ങോട്ട് വന്നതാ എന്നൊക്കെ പറയാണ്. പക്ഷെ സുകന്യ വളരെ പേടിച്ചോ ആണ് കേട്ടോ ഓരോ നിമിഷവും നിൽക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വന്നയാൾ സുകന്യയായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. അപ്പം ധർമ്മൻ അങ്ങ് മാറിക്കഴിയുമ്പം ആ വന്ന വ്യക്തി നമ്മുടെ സുകന്യനെ പിടിച്ച് പേടിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നീ എന്നിൽ നിന്ന് ഒളിച്ചോടാന്ന് കരുതിയല്ലേ? നീ വേറൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കാമെന്ന് നിന്നെ ഞാൻ സമ്മതിക്കില്ല. എന്നെ ചതിച്ചിട്ട് നീ അങ്ങനെ ജീവിക്കണ്ടടി എന്നൊക്കെ പറഞ്ഞാൽ സുകന്യനെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പം ഇതൊക്കെയാണ്
വരാൻ പോകുന്ന ആഴ്ചയിലെ വിശേഷങ്ങൾ. എന്തായാലും ധർമ്മന് മുഴുവനും പ്രശ്നങ്ങളുമായിട്ടാണ് സുകന്യ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രശ്നങ്ങളെയൊക്കെ ധർമ്മൻ എങ്ങനെയാണ് മറികടക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുതേ.